വാതിക്കെ കാണുന്ന ആ വീടിന്റെ ആ റോഡാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആ റോഡ് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ വാടകക്കാരാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് നമുക്കറിയില്ല, പക്ഷേ അത് തിരക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ അവിടെ താമസമുണ്ട്. തൊട്ട് മുമ്പിൽ ആ വസ്ത്രങ്ങളും മറ്റുമൊക്കെ അലക്കിയിട്ടിരിക്കുന്നതും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ അവർക്ക് വഴി എന്നത് അവരുടെ വഴി ഉൾപ്പെടെയാണ് പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഇത്തരമുള്ളൊരു ഇടത്ത് ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നപ്പോൾ സ്റ്റോപ്പ് മെമ്മോ അടക്കം ഇവരുടെ പരാതിയിൽ കൊടുത്തപ്പോൾ ആ സ്റ്റോപ്പ് മെമ്മോ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതെന്നാണ് ഇവിടുത്തെ ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിലെയും ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തായാലും ഈ ഒരു നിർമ്മാണത്തിനെതിരെ വലിയ രീതിയിലുള്ളൊരു സമരം നടത്തിയിട്ട് പോലും അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവൃത്തി നടന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇപ്പോൾ ഒരാൾ ഇതിന്റെ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നു. അയാൾക്ക് വേണ്ടിയിട്ടുള്ള രക്ഷിക്കാൻ കഴിഞ്ഞു, അതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഒരാൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അയാൾക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ അവിടെ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസി നമ്മളോട് സംസാരിച്ചിരുന്നു. പരാതി അടക്കം പറഞ്ഞിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല, പണം കൊടുത്ത അധികൃതരെ സ്വാധീനിക്കുകയാണ് എന്നുള്ളതാണ് പ്രദേശവാസികളുടെ പരാതി. മുന്നേ ഇവിടെ ഇടിഞ്ഞാണ്. ഇവിടെ ഇടിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞാണ്. അപ്പോൾ അവര് വന്നിട്ട് അവിടുത്തെ ഒരാളെ സ്ഥലമാണിത്, കെട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി വന്നാണ്. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ കുറെ 6 മാസം മുന്നേ നമ്മൾ കംപ്ലൈന്റ് കൊടുത്താ. കാരണം ഈ ഒരു മണ്ണ് പറഞ്ഞാൽ ആ ഹൈറ്റിലുള്ളായിരുന്നു. അത്രയും ഹൈറ്റിൽ നിന്ന് താത്തിയത്, ഇതിലും താത്തിയിട്ട് പിന്നെ അവർ ഫയൽ ചെയ്ത് പൊന്തിച്ചാണ് ഈ ലെവലില്. അന്നേ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത റെസിഡൻസിന് കംപ്ലൈന്റ് കൊടുത്താണ് പോലീസ് സ്റ്റേഷനിൽ. എന്ത് നിർമ്മാണമാണ് ഇത്? എന്തോ ഒരു ബിൽഡിങ്ങിന് നിർമ്മാണമാണ്. ഞങ്ങൾ അന്നേ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്ത് അതിന് മുകളിൽ കയറുക, അത്രേ ഉള്ളൂ. ഇതിന് അനുമതിയൊക്കെ ഉണ്ടെന്ന്? അനുമതി ഉണ്ട്, പക്ഷെ ഞങ്ങൾ അന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ സ്റ്റേ നിർത്തി വെക്കാനൊക്കെ ഓർഡർ ചെയ്തത്. എന്നിട്ടും പണി നടന്നതാണ്. കാരണം ഈ വീടിന്റെ ബാക്കിലൊക്കെ വീടുകളാണ്. ഇതൊരു ഇടവഴിയായിരുന്നു. ഇതിപ്പം ഇടിഞ്ഞ സ്ഥിതിക്ക് ഇതിൽ കൂടെ ആളുകൾ പോകുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ ഇനി ആളുകൾ ഉണ്ടോ എന്താ ഒന്നും അറിയില്ല. അതാണ് ഇപ്പോഴും ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 3 പേരാണ് ഈ മണ്ണിടിഞ്ഞ സമയത്ത്, നിർമ്മാണ തൊഴിലാളികൾ 3 പേരാണ് മണ്ണിനടിയിൽ പെട്ടുപോയത്. അതിൽ 2 പേരെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ സാധിച്ചു. അവർ സ്വയം രക്ഷപ്പെട്ടതാണ് എന്നും പറയുന്നുണ്ട്. അതിലൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഒരാൾ ഇപ്പോഴും ഈ തകർന്നു കിടക്കുന്ന ഈ ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ മണ്ണിനടിയിൽ ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ ആളെ രക്ഷിക്കാനുള്ള, പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറിലധികം നേരമായി ഈ കാണുന്ന മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്യാം, ആ ആളെ 1.5 മണിക്കൂറിനോട് അടുക്കുകയാണ് ഈ മണ്ണിടിഞ്ഞിട്ട്. അപ്പോൾ 1.5 മണിക്കൂറായി ഈ മൺകൂനയ്ക്കകത്ത് ഒരു മനുഷ്യനുണ്ട്. ശ്വാസം കിട്ടാനുള്ള പ്രയാസമൊക്കെ ബുദ്ധിമുട്ടുകളായുണ്ട്. കൂടുതൽ ആളുകൾ, അഗ്നിശമന സേനയുടെ കൂടുതൽ യൂണിറ്റുകളൊക്കെ അവിടേക്ക് എത്തേണ്ടതുണ്ടോ? നിലവിലിപ്പോൾ അത്തരത്തിൽ ഇങ്ങോട്ടേക്ക് JCB എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പികൾ മുറിക്കാനുള്ള ഒരു നടപടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമുക്ക് ഈ എയർപോർട്ടിൻ്റെ വാഹനം മാറ്റിയ ശേഷം ഇങ്ങോട്ടേക്ക് JCB എത്തിച്ച് ആ കമ്പികൾ മുറിച്ച് ഒരുപക്ഷെ അങ്ങനെ ഈ മണ്ണ് വലിയ തോതിൽ മണ്ണ് നീക്കാനുള്ളൊരു ശ്രമമായിരിക്കും നടത്തുന്നത്. എന്തായാലും നിലവിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. കാരണം ഒരു മനുഷ്യ ജീവനാണ്. സ്വാഭാവികമായിട്ടും അത് എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും വേഗം രക്ഷിക്കണമെന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നത്. കാരണം നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇരിക്കുന്നതിനാൽ തന്നെ ഈ വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുക, അതും ആ സാധനങ്ങളെല്ലാം മാറ്റിയ ശേഷം മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ഉൾപ്പെടെയുള്ള സമയം ഇനി വേണ്ടി വരും. നിലവിൽ അതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് JCB എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ശരി, JCB എത്തിച്ച് നമുക്ക് കാണാം. ആ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉയർത്തിയ കമ്പികളൊക്കെ ഒരുപക്ഷെ മുറിച്ചു മാറ്റുമായിരിക്കും. JCB എത്തിച്ച് മണ്ണ് മാറ്റി പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന പോലീസ് അടക്കമുള്ള ആളുകൾ.